ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ അതുപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു സവാള ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ, ഉള്ളി തക്കാളിയൊക്കെ. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല കേട്ടോ, ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. മസാല ഒന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കറിവേപ്പില മാത്രം മതി. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പീഡായിട്ട് കാണിച്ചതാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സമയത്തിൽ നിങ്ങൾ വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാല നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മാവ് ഒന്ന് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഇത് 2 ആൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇരട്ടിയായിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് അതിന് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ചൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതിലേക്കുള്ള കോഴിമുട്ട ഒന്ന് ശരിയാക്കി എടുക്കുക. 2 കോഴിമുട്ട എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞയും വെള്ളയും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഇതിലേക്കും കുറേശ്ശെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത് 2 ആൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റി ആയിരിക്കും ഇത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കാനുള്ള ഈ ഒരു ദോശ മാത്രം നല്ല പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ. താഴെയുള്ളത് നമ്മൾ ഒരു ഭാഗം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ 2 ഭാഗം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ താഴെ വെച്ച് കൊടുക്കുന്ന ദോശ ഒരു ഭാഗം റെഡി ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ടാൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിന് മുകളിലായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എത്ര ലെയറുകൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരുപാട് ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ഓരോ ലെയറിലും കുറേശ്ശെ ഇങ്ങനെ മസാല ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി മസാല ഒന്ന് നിരത്തിയതിന് ശേഷം നമ്മൾ മുട്ടയുടെ ആ ഒരു മഞ്ഞ കലക്കി വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 ഭാഗം നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ദോശ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാണുമ്പോൾ ഓംലെറ്റിൻ്റെ ആ ഒരു ഫീല് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ ആ ദോശ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ഭാഗം നല്ല പോലെ ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നല്ല പോലെ മൊരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ സമയം വെക്കുക കേട്ടോ. ഞാനിവിടെ ഒരുപാടൊന്നും മൊരിയിച്ചിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾ അടുപ്പിൽ തന്നെ വെച്ചിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി.
അപ്പോൾ ഒരു ഭാഗം റെഡി ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടെ ആകുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. മാവ് നമ്മൾ കുഴക്കുകയോ പരത്തിയോ ഒന്നും ചെയ്യണ്ട. ഈ ഒരു സെയിം ഇത് നിങ്ങൾക്ക് ചപ്പാത്തി ബാക്കിയൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണിത് കഴിക്കാനായിട്ടും, അതുപോലെ നല്ല ടേസ്റ്റാണ്. സ്പ്രിംഗ് ഒനിയൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉണ്ടായപ്പോൾ ഞാൻ ചേർത്തു എന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകോ മല്ലിയിലയോ ഒക്കെ നിങ്ങൾക്ക് ചേർത്തിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.